എവരിവൺ, ഇന്ന് പണത്തെ പറ്റിയുള്ള പുതിയൊരു ഇൻഫർമേഷനാണ്. ചെറിയ പണം വലിയ പണം എന്നുള്ളതുണ്ടോ? ചെറിയൊക്കെ ഉണ്ടോ? അതായത് ഇത് 100 രൂപയല്ലേ എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തുകൊണ്ടാണ് 100നെ നമ്മളൊരു 10,000 വെച്ചോ അല്ലെങ്കിൽ 1 കോടി രൂപ വെച്ചോ കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ 100 ചെറുതായിട്ട് തോന്നണേ അല്ലേ? നേരെ മറിച്ച് നമ്മളൊരു 100ന് 1 രൂപ വെച്ചാണ് കമ്പയർ ചെയ്യണമെങ്കിൽ അത് വലുതായിട്ട് തോന്നും. അപ്പോൾ ചെറുത് വലുത് എന്നൊരു കോൺസെപ്റ്റ് ഇല്ല എന്നുള്ളതാണ്. അത് നമ്മുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. അതായത് പണം എപ്പോഴും അതിൻ്റെ വാല്യൂ സെയിം ആണ്. അതായത് 100 രൂപയും 10,000 കോടി രൂപയും ഉണ്ടാക്കിയിരിക്കുന്ന സെയിം ഘടകങ്ങൾ കൊണ്ടാണ്. സെയിം 1 കോടി രൂപയും നമ്മൾ ഒരു സെയിം മനോഭാവത്തെ കാണാൻ പറ്റിയാൽ, സെയിം റെസ്പെക്റ്റ് അതിന് രണ്ടിനും കൊടുത്താൽ മാത്രമേ നമ്മുടെ മണി എനർജി ഉയർന്നു നിൽക്കുള്ളൂ. അതാണ് നമ്മൾ ഇതുപോലെ വിഷുവിനൊക്കെ കൈനീട്ടം കൊടുക്കില്ല. കൈനീട്ടം 1 രൂപയൊക്കെയല്ലേ കൊടുക്കണേ. 1 രൂപ കൊടുക്കുമ്പോൾ അത് നമ്മൾ എങ്ങനെയത് വാങ്ങിക്കുക? ഇങ്ങനെ തൊട്ട് നെറുകയിൽ വെച്ചിട്ട് ഒത്തിരി സന്തോഷത്തോടെയല്ലേ നമ്മൾ വാങ്ങിക്കണം. അതായത് നമ്മൾക്ക് വരാൻ പോകുന്ന സർവ്വ ഐശ്വര്യങ്ങളും 1 രൂപയിൽ അടങ്ങിയിരിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെയാണ് നിങ്ങൾ പണത്തിൻ്റെ അതിൻ്റെ പൂജ്യം നോക്കിയിട്ടോ അതിൻ്റെ ഘനം നോക്കിയിട്ടല്ല നിങ്ങൾ അതിനെ റെസ്പെക്ട് ചെയ്യുന്നത്, അതിനെ സ്നേഹിക്കേണ്ടത്. അത് പണമാണ്. ഇറ്റ് ഡിസേർവ്സ് ലവ് ആൻഡ് റെസ്പെക്ട്. അപ്പോൾ 1 രൂപയും 10,000 കോടി രൂപയും സെയിം സോഴ്സിൽ നിന്നാണ് നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ ആ രൂപയെ റെസ്പെക്റ്റ് ചെയ്യുന്നത് വഴി ആ സോഴ്സിനെയാണ് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യുന്ന രീതി മാറ്റിക്കഴിഞ്ഞാൽ വിൽ തിങ്ക് ഇൻ എ വൈഡർ പെർസ്പെക്റ്റീവ്. അതായത് കുറച്ചും കൂടി വലിയ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതായത് നമ്മുടെ കാഴ്ച, നമ്മുടെ പെർസ്പെക്റ്റീവ്, നമ്മുടെ ധാരണ മാറും. അപ്പോൾ ചെറിയ പണം, അയ്യോ ഇത് ചെറുതല്ലേ, ഇത് വലുതല്ലേ, നമ്മൾ എങ്ങനെ ചെറുതാണ്, നമ്മൾ വാല്യൂ കൊടുക്കുക. നമ്മൾ 100 രൂപയുടെ വാല്യൂ നമ്മൾ കൊടുക്കണമെങ്കിൽ 100 രൂപ നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് 10,000 രൂപയുടെ വാല്യൂ കിട്ടണമെങ്കിൽ 10,000 കോടിയുടെ വാല്യൂ കിട്ടണമെങ്കിൽ അത്രയും വാല്യൂ നമ്മൾ കൊടുക്കണം. അത്രയും സ്കില്ല് നമ്മളോട് കൊടുക്കണം. അപ്പം നമ്മുടെ സ്കില്ല് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പണം വർദ്ധിപ്പിക്കാനുള്ള വഴി. അല്ലാതെ പണത്തിന് നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റ് എപ്പോഴും സെയിം ആയിരിക്കണം. അപ്പോൾ നമ്മുടെ മണി എനർജി എപ്പോഴും ഹൈ ആയിട്ട് നിൽക്കും. ഓർക്കുക, കീപ് യുവർ മണി എനർജി ഹൈ. ഇതുപോലുള്ള മണി ടിപ്സുമായിട്ട് ഞാൻ ഇനിയും വരും. പൊതുവേ എൻ്റെ പേര് സ്മിത മാഹി. ഞാനൊരു വെൽത്ത് കോച്ചാണ്, ഒരു ഹീലറാണ്. നിങ്ങൾ മണിയെപ്പറ്റി, പണത്തിൻ്റെ എനർജിയെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, പണം എന്താണെന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മൈൻഡ് പവർ അക്കാദമി എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 8:30 ഇന്ത്യൻ സമയം 8:30 ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. കം ആൻഡ് ജോയിൻ ദാറ്റ് വെബിനാർ. അപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ ഫ്രീ ആണ് വെബിനാർ, തികച്ചും ഫ്രീ ആയിട്ട് നടത്തുന്ന ഒരു സർവീസ്. കാരണം 1,00,000 ആളുകളിലേക്ക് മണി എനർജി എന്താണെന്ന് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ മിഷൻ. അപ്പോൾ തികച്ചും സൗജന്യമായിട്ട് നടത്തുന്ന ഈ വെബിനാറിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. താഴെ പറയുന്ന വാട്സപ്പ് നമ്പറിൽ ക്ലിക്ക് ചെയ്യുക. പവർ അക്കാദമിയുമായിട്ട് കീപ്പ് ഇൻ ടച്ച്.